ബാലു എന്തോന്നിത്? ഇത്രയും നാളായിട്ട് നീ എന്നെ മനസ്സിലാക്കിയതല്ലടി. എന്റെ ചെറുക്കൻ കെട്ടി പോട്ടെ, എനിക്കത് വിഷമമൊന്നുമില്ല. പക്ഷെ നീ എന്നെ പറ്റിച്ചില്ലേടി. നീ എന്തോന്ന്, നീ എല്ലാം അറിഞ്ഞു വെച്ചിട്ടില്ലേ ഒരുമാതിരി കൊയാ നിന്നത് അമ്മ ചമഞ്ഞ് അല്ലേ? നിങ്ങൾ വെറുതെ കാര്യം അറിയാനാട്ടോ ഈ സംസാരിക്കണത്. ആ പിള്ളേരെ നിനക്ക് ഇവിടെ പിടിച്ചു നിർത്തണം. അതാണ് നീ ഒന്നും പറയാത്തത്. കാരണം നമുക്ക് നേരത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. എന്റെ അച്ഛൻ അമ്മയ്ക്ക് ഒന്നും അറിയാൻ പാടില്ല, സത്യമായിട്ടും. നീ സത്യം എന്നൊരു വാക്ക് ഉപയോഗിക്കരുത്. നീ എന്നെ പറ്റിച്ച്, നിനക്ക് എല്ലാം അറിയായിരുന്നു. എന്റെ മക്കളെ, നിന്നാണോ ഞാൻ ഇത്രയും നാൾ കൊഞ്ചിച്ചു നടന്നത്? എനിക്കിനി ഒന്നും കേൾക്കണ്ട, ഞാൻ പോണം. മാറ് ഇങ്ങോട്ട്. ഞാൻ പോണ്ടേ, എന്റെ വീട്ടിൽ പോണ്ടേ, നെയ്യാറ്റിക്കര പോണ്ടേ? ചുമ്മാ എവിടെ പോകണ്ട, കേശു പറയുന്നു. യേശു ഇതുവരെ കളിച്ച കളിയും നല്ലത്. ഇവിടെ എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല, അത് ഞാൻ കളിയാറ്റി എടുത്തിട്ടുള്ളൂ. പക്ഷെ എന്നെ പറ്റിച്ചില്ലാരും ഇവിടെ ചേർന്നു, അതിന് സഹിക്കാൻ പറ്റും. സത്യമായിട്ട് കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നീ അറിയില്ല. നിന്റെ അടുത്ത് ആരും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നീ അടുത്ത് എന്റെ അടുത്ത് അറിയും. അതുകൊണ്ട് നിന്റെ അടുത്ത് ആരും ഒന്നും പറയില്ല. പോലെ ഏയ്, നീ മാത്രമേ ഉള്ളൂ എന്നെ തടയാൻ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീയും കൂടെ എന്നെ ചതിക്കല്ലേ? അച്ഛാ എവിടെ പോണു? ആലോചന എങ്ങും പോണ്ട, ഞങ്ങൾ പോയിക്കോളാം. നിങ്ങളെവിടെ പോ, എനിക്കതൊരു വിഷയമല്ല. ഞാൻ പോട്ടാ. ബാലുവിന് ഇഷ്ടം പോലെ ചെയ്യും. മോൻ ചതിച്ചത് തന്നെയാണ്, മോള് ചതിച്ചത് തന്നെയാണ്. ബാലു എല്ലാത്തിനും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും എന്നെ തന്നെയാണ്. ഇനിയിപ്പോ ഇവിടെ ആരെന്ത് കാണിച്ചാലും എനിക്കൊരു വിഷമം ഉണ്ടാവുമ്പോൾ അത്രയ്ക്ക് വിഷമിച്ച് കഴിഞ്ഞേ. അച്ഛാ, അമ്മയ്ക്ക് ഇതിനെ കുറിച്ച് എല്ലാം അറിയണമെന്നുള്ള ദേഷ്യത്തിലാണ് ഇവിടെ നിന്ന് ഇറങ്ങി. അച്ഛന് തെറ്റിപ്പോയി, അമ്മയ്ക്ക് ഒന്നും അറിയില്ല അച്ഛാ. അങ്ങനെ അവസാന നിമിഷം അമ്മയെ രക്ഷിക്കാൻ മോനെത്തി. ഇവിടെ നിങ്ങളൊക്കെ തമ്മിൽ ചേരുവല്ലേ? ഞാൻ വട്ടായി, നമ്മളെ സ്നേഹമൊക്കെ വട്ടത്തിൽ. ഇതിപ്പോ എന്നെ പറയിക്കാനാണല്ലോ. ഞാൻ വന്ന് കയറി കുടുംബം നശിച്ചു പറയല്ലേ? അംശമുണ്ടോ? വന്ന് കയറി ഇവിടെ കൂട്ട തല്ലുവായി, ഇപ്പൊ വീടും കൂടെ ഇടിഞ്ഞു ഒളിഞ്ഞു വീഴാറുള്ളൂ. എടാ, നീ കൂടുതൽ വർത്തനൊന്നും പറയണ്ട. മക്കളെ, അച്ഛൻ പോയി കഴിയുമ്പോൾ നോക്കിക്കോ, ഇവിടെ ഉള്ള എല്ലാവരും കൂടെ ചേർന്ന് ആനന്ദ നൃത്തമാണ്. ഇതെല്ലാവരും കൂടെ ചേർന്നുള്ള ഗിമ്മിക്കല്ലേ മക്കളെ? മക്കള് 10ാം ക്ലാസ്സാണ്, നന്നായിട്ട് പഠിക്കണം കേട്ടാ. അച്ഛാ